എല്ലാവർക്കും നമസ്കാരം. സ്കന്ദഷഷ്ഠിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. എല്ലാ മാസവും ഷഷ്ഠി ആചരിക്കാറുണ്ടെങ്കിലും തുലാമാസത്തിലെ ഷഷ്ഠി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മിക്ക ആളുകൾക്കും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ പറയുന്നത്. ഈ വരുന്ന നവംബർ 27-ാം തീയതി തിങ്കളാഴ്ചയാണ് സ്കന്ദഷഷ്ഠി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കന്ദഷഷ്ഠി വളരെയധികം വിശേഷപ്പെട്ടതാണ്. അമ്മമാർ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു വ്രതമാണിത്. മക്കളുടെ എല്ലാവിധ നന്മകൾക്കും വേണ്ടിയുള്ള ഒരു വ്രതമാണിത്. മക്കൾ എത്ര വലുതായാലും അച്ഛനമ്മമാർക്ക് മക്കൾ എന്നും കുഞ്ഞുങ്ങൾ തന്നെയാണ്. എന്തൊക്കെയായാലും അമ്മമാർക്ക് മക്കളെക്കുറിച്ച് എപ്പോഴും ആവലാതിയായിരിക്കും. അത് പെൺമക്കളായാലും ആൺമക്കളായാലും. അതുകൊണ്ട് മക്കളുടെ ദുരിതങ്ങൾ മാറാൻ വേണ്ടി അമ്മമാർ എടുക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ഠി വ്രതം. തുലാമാസത്തിലെ ഈ ഷഷ്ഠി വ്രതത്തിനുള്ള പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, പാർവതീദേവി സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി എടുത്തിട്ടുള്ള വ്രതമാണിത്. തൻ്റെ മകൻ സ്കന്ദൻ പിണങ്ങിപ്പോയപ്പോൾ അതികഠിനമായ ദുഃഖത്തിലായിരുന്ന പാർവതീദേവി തൻ്റെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി 108 ഷഷ്ഠി വ്രതം എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മാതാവായ പാർവതീദേവി 108 ഷഷ്ഠി വ്രതം ആചരിക്കുകയും അവസാന ഷഷ്ഠി നാളിൽ തൻ്റെ മകനെ തിരിച്ചു കിട്ടുകയും ചെയ്തു എന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു. ഇതിനുള്ള വ്രതം ഷഷ്ഠിയുടെ തലേനാൾ മുതൽ ആരംഭിക്കുന്നു. തലേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം ഷഷ്ഠി വ്രതം ആരംഭിക്കുന്നു. ഒരു നേരം മാത്രം അരിയാഹാരവും മറ്റുള്ള സമയങ്ങളിൽ പാലോ പഴവർഗ്ഗങ്ങളോ കഴിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ധാന്യങ്ങൾ കഴിക്കാം. അടുത്ത ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിലുള്ള പൂജകളോ അഭിഷേകങ്ങളോ നടത്തി പ്രാർത്ഥിക്കാം. അതിനുശേഷം അമ്പലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രസാദം കഴിച്ചു വേണം പാരണ വീടാൻ. പല നാട്ടിലും പല രീതിയാണുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളിൽ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യുക. സ്കന്ദഷഷ്ഠിക്ക് വളരെ പ്രാധാന്യമുള്ളതിനാൽ പല ആളുകളും പ്രതിപദം മുതൽ വ്രതം തുടങ്ങാറുണ്ട്. ഷഷ്ഠിയുടെ തലേന്നാൾ നിങ്ങൾ എങ്ങനെയാണ് വ്രതം ആചരിക്കുന്നത് അതേപോലെ തന്നെയാണ് പ്രതിപദം മുതൽ നിങ്ങൾ വ്രതം ആചരിക്കേണ്ടത്. പ്രതിപദം മുതൽ വ്രതമെടുക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുക. എന്തായാലും ഈ വ്രതം അനുഷ്ഠിച്ചാൽ മക്കളുടെ സകല ദുരിതങ്ങളും മാറി അവർക്ക് സകല ഐശ്വര്യങ്ങളും ദീർഘായുസ്സും വിദ്യയും ഉണ്ടാകും. സദ്ഗുണങ്ങളുള്ള മക്കളെ ലഭിക്കുവാനും മക്കളുടെ സ്നേഹം ലഭിക്കുവാനും കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ മാറാനും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.